ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാരാമെട്രിക് ടാബിലുള്ള കുറച്ച് ടൂൾസാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാരാമെട്രിക് ടാബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ലൈൻ എൽ എൻ്റർ ചെയ്തിട്ട് 2 ലൈൻ വെറുതെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോയിൻസിഡൻ്റ് ആണ്. ഓക്കെ, കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കോയിൻസിഡൻ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് പോയിൻ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്തു. അപ്പം കണ്ടോ, ആ 2 ലൈനും കൂടെ എന്തായി, കോയിൻസിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞുള്ളത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് വേറെ ലൈൻ എൻ്റർ ചെയ്ത് വേറെ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാരലലാണ്. അപ്പോൾ പാരലൽ ടൂൾ എടുക്കുന്നു. ഏതൊക്കെ ഒബ്ജക്റ്റ്, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പാരലൽ. ഓക്കെ ആണല്ലോ, അപ്പോൾ ആ 2 ലൈനും പാരലലായിട്ട് വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഞാനൊരു സർക്കിളും വരച്ചു, ഒരു ലൈനും വരയ്ക്കും. ഓക്കെ, എൻ്റർ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പം കണ്ടോ, ആ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് ലൈൻ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലീനിയറാണ്. കൊലീനിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് സെയിം ഡയറക്ഷനിൽ വരുന്നതാണ് കൊലീനിയർ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇനി ഞാൻ കൊലീനിയർ സെലക്ട് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. കണ്ടോ, ആ 2 ലൈനും കൂടെ ഒരേ ഇതിൽ വന്നു അല്ലേ. കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ 2 ലൈനും കൂടെ കോയിൻസിഡൻ്റ് ചെയ്യുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ 2 ലൈനും സെയിം ഡയറക്ഷനിൽ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എൽ എൻ്റർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറാണ്. പെർപെൻഡിക്കുലർ എടുക്കുക, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ഒരു ലൈൻ വന്നേക്കുന്നത്, കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്മൂത്ത്, അത് പറയാം. ഇനി കോൺസെൻട്രിക് ആണ് നമ്മൾ പറയുന്നത്. കോൺസെൻട്രിക് ചെയ്യുന്നതിന് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു, അതുപോലെ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ഞാൻ കോൺസെൻട്രിക് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. കണ്ടോ, ആ 2 സർക്കിളും കൂടെ എന്തായി, കോൺസെൻട്രിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടലാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ എനിക്ക് ഹൊറിസോണ്ടൽ ആക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ആ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ എനിക്ക് ആ ലൈനെ വെർട്ടിക്കൽ ആക്കണമെങ്കിൽ, ഇപ്പോൾ ഈ ലൈനെ വെർട്ടിക്കൽ ആക്കണമെങ്കിൽ ഈ വെർട്ടിക്കൽ എടുത്തിട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ 2 ഒബ്ജക്റ്റിനെ ഈക്വൽ ആക്കണമെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഈക്വൽ എടുക്കുക, ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അതായത് എന്താണ് ഈക്വൽ ആകുന്നത്, ആ ഒരു ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും ആ ഒരു ലൈന് വരുന്നത്. ഓക്കെ ആണോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ്. അതായത് ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്യാമെന്ന് വെച്ചോ. ഇപ്പോൾ ഞാൻ ലോക്ക് എടുത്തിട്ട് ഈ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത ഇങ്ങനെ നമുക്ക് ഒരു പോയിൻ്റ് കൊടുത്ത് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പോയിൻ്റ് കൊടുത്താൽ ഞാൻ ലോക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഇനി എനിക്ക് പോയിൻ്റ് കൊടുക്കാതെ ഇപ്പോൾ ഞാൻ ലോക്ക് എടുത്ത് കഴിയുമ്പോൾ താഴെ ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലും അത് ലോക്കാകും. ഓക്കെ, നമുക്കിനി പോയിൻ്റ് കൊടുത്ത് ലോക്കാക്കണമെങ്കിൽ നമുക്കിവിടെ പോയിൻ്റ് കൊടുത്തും ലോക്കാക്കാം. താഴെ പോയിൻ്റ് കൊടുക്കണേ അവിടെയും ലോക്കാക്കാം. ഇത് ലോക്കാക്കി കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ വേറെ എന്തെങ്കിലും കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആ ഒബ്ജക്റ്റ് അവിടെ അതേപോലെ ലോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിമെട്രി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ലൈൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി ഞാൻ സിമെട്രിക് എടുത്തിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇനി ഒരു സിമെട്രിക് ലൈന് സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ആ ഒരു ലൈന് സിമെട്രിക് ആയിട്ടായിരിക്കും മറ്റേ രണ്ട് ലൈനും വരുന്നത്. ഓക്കെ, ഇപ്പം അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്മൂത്താണ്. അപ്പോൾ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സ്പ്ലൈൻ എടുത്തിട്ട് വരയ്ക്കുന്നു. സ്പ്ലൈൻ എടുത്തിങ്ങനെ ഒരു കർവ് വരച്ചു. ദെൻ ഒരു ലൈൻ അല്ലെങ്കിൽ പോളി ലൈൻ വെച്ചിട്ട് ഒരു ഇത് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ഇനി നമുക്ക് സ്മൂത്ത് സെലക്ട് ചെയ്യാം. സ്മൂത്ത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്പ്ലൈൻ കർവ് സെലക്ട് ചെയ്യുന്നു, ദെൻ സെക്കൻഡ് കർവ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, അത് രണ്ടും കൂടെ ജോയിൻ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് സ്മൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ഞാൻ ഇതെല്ലാം ജസ്റ്റ് ക്ലോസ് ചെയ്തു എന്ന് വെച്ചോ. ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഓട്ടോ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓട്ടോ കൺസ്ട്രെയിൻ എടുത്താൽ ആ ഒബ്ജക്റ്റ് എല്ലാം എന്താകും, ഓട്ടോമാറ്റിക് എല്ലാം കൺസ്ട്രെയിൻ ആയിട്ട് വരും. ഇത് ഓട്ടോ കൺസ്ട്രെയിൻ എടുക്കുക, ഒബ്ജക്റ്റ് ഏതൊക്കെയാണ് കൺസ്ട്രെയിൻ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടോ, അപ്പോൾ അതെല്ലാം തിരിച്ചു വന്നു. ഇനി അതുപോലെ നമുക്കിവിടെ ഷോ ഓർ ഹൈഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഷോ ഓൾ എന്ന് പറഞ്ഞാൽ ഡൈമെൻഷണൽ കൺസ്ട്രെയിൻസ് എല്ലാം കാണിക്കും. ഷോ ഓർ ഹൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഷോ ഓർ ഹൈഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജോമെട്രിക് കൺസ്ട്രെയിൻ ആണ്. ഡൈമെൻഷണൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്. അതായത് നമുക്ക് ഡൈമെൻഷൻസ് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഷോ ഓർ ഹൈഡ് എന്ന് പറഞ്ഞാൽ അത് ഷോ ഓർ ഹൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ചോദിക്കും ഷോ ചെയ്യണോ ഹൈഡ് ചെയ്യണോ എന്ന് ചോദിക്കും. ഞാൻ ഹൈഡ് കൊടുത്തു. ഹൈഡ് കൊടുത്താൽ ആ ഒരു ഒബ്ജക്റ്റ് എന്തായിപ്പോയി, ഹൈഡായിപ്പോയി. ഓക്കെ, ഇനി ഒന്നുകൂടെ ചെയ്യാം. ഷോ ഓർ ഹൈഡ് എടുക്കുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, ഷോ കൊടുക്കുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റ് തിരിച്ചു വന്നു. അതേപോലെ അത് തന്നെയാണ് ഇവിടെ ഷോ ഓൾ ഓർ ഹൈഡ് ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ലീനിയർ ഡയമെൻഷനെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ലീനിയർ എടുക്കുന്നു, ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് കൺസ്ട്രെയിൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് അവിടെ ലോക്കായിട്ട് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ഷോ ഓർ ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിച്ചു. എന്നിട്ട് നമുക്ക് ഷോ ഓർ ഹൈഡ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എൻ്റർ അടിക്കുന്നു, ഹൈഡ് കൊടുക്കുന്നു. അപ്പോൾ അതെന്തായിപ്പോയി, ഹൈഡായിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിലീറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഡിലീറ്റ് കൺസ്ട്രെയിൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിൻ്റെ ഒക്കെ കൺസ്ട്രെയിൻസാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിത് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് എല്ലാം എന്തായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.